അതായത് ഈ ഡോറിൻ്റെ ഫ്രെയിം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതാണ് ഡോറിൻ്റെ ഈ ഷട്ടർ, അതായത് പാനൽ വരുന്ന ഭാഗം. ഈ പാനൽ വരുന്ന ഭാഗത്തിനെ നമ്മൾ ഇതുപോലെ ചില പേരുകൾ കൊടുത്തിട്ട് നമ്മളതിനെ തിരിച്ചിട്ടുണ്ട്. ഞാനതൊന്ന് എഡിറ്റ് ചെയ്ത് കാണിക്കാൻ നോക്കിയത്, അപ്പോഴാണ് നേരത്തെ അത് കട്ടായിപ്പോയത്. അതായത് ഈ മുകളിലത്തെ ഈ പാനലിൽ ടോപ്പ് റെയിൽ എന്ന് എഴുതി കണ്ടോ നിങ്ങൾ? ടോപ്പ് റെയിൽ എന്ന് എഴുതിയത് കാണാനുണ്ടോ? ഏരോ മാർക്ക്. അതായത് ഈ പാനലിൻ്റെ ആ ഹെഡിൻ്റെ താഴെ വരുന്ന ആ ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്പേസിനെ നമ്മൾ ടോപ്പ് റെയിൽ എന്ന് പറയും. മൊത്തത്തിലാണ് കേട്ടോ ആ ഭാഗം. അതായത് അവിടെ തൊട്ട് ഈ പോസ്റ്റ് തൊട്ട് അടുത്ത പോസ്റ്റ് വരെ വരുന്ന അത്രയും ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഭാഗത്തിന് നമ്മൾ ടോപ്പ് റെയിൽ എന്ന് പറയും. ഇനി അതിൻ്റെ അടിയിലേക്ക് നോക്കിയേ, ആ പാനലിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ടോ മിഡ് റെയിൽ എന്ന് കിടക്കണുണ്ടോ? മിഡ് റെയിൽ. അതിന്റെ അടിയിൽ നോക്കിയേ ലോക്ക് റെയിൽ എന്ന് കിടക്കുന്നുണ്ടോ? അപ്പൊ ഈ അടുത്തത് ഏറ്റവും താഴെ നമ്മൾ ബോട്ടം റെയിൽ എന്ന് പറയും. ഏറ്റവും താഴെ ആണെങ്കിൽ കിക്ക് റെയിൽ അല്ലെങ്കിൽ ബോട്ടം റെയിൽ എന്നും പറയാം. ബോട്ടം റെയിൽ എന്ന് പറഞ്ഞാലും അത് തെറ്റല്ല. അപ്പോൾ ഇങ്ങനെ ഈ ഡോറിലെ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസിന് നമ്മൾ ഇങ്ങനെ ഇത്രയും 4 പേര്, അതായത് ടോപ്പ് റെയിൽ, മിഡിൽ റെയിൽ, ലോക്ക് റെയിൽ, കിക്ക് റെയിൽ അല്ലെങ്കിൽ ബോട്ടം റെയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. തട്ട് ക്ലിയർ ആയില്ല. നമ്മളിത് പാനൽ കൊടുക്കുന്നതല്ലേ, ഇത് നമ്മൾ കൊടുക്കുന്നതല്ലേ ഈ പാനല്. ചട്ടം അങ്ങനെയാണോ പറയാ? അതെനിക്കറിയില്ല. അതെ അല്ലേ? ഓക്കെ. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ടോപ്പ് റെയിലിന് എഴുതി കൊടുത്ത് ഇപ്പം നമ്മുടെ ഈ വെർട്ടിക്കലായിട്ട് പോസ്റ്റിനും നമ്മുടെ പാനലിനും ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഇല്ലേ? അതായത് 0.70 mm കഴിഞ്ഞിട്ട് അവിടെ ഒരു അത് അടിയിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗം അല്ലേ? സില്ല് കണക്ട് ചെയ്ത് വരുന്ന ഭാഗല്ലേ? അതിനെയാണ് LUG എന്ന് പറയുന്നത്. ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ സില്ല്, അതായത് ഈ ഹെഡ് പോലെ തന്നെ അടിയിൽ സില്ല് കണക്ട് ചെയ്ത് വരും. ഇത് കാണിച്ചിട്ടില്ല, പക്ഷെ അത് അത്രയേ ഉള്ളൂ. ആ സില്ല് കണക്ട് ചെയ്ത് വരുന്ന ആ ഭാഗത്തിനെയാണ് ലെഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ഹെഡിന്ന് പുറത്തേക്ക് നിൽക്കണില്ലേ? എവിടെ ഹോറിസോണ്ടലായിട്ട് പുറത്തേക്ക് നിൽക്കുന്നതാണ് ഹോണ്. ഇതെങ്ങനെയാ? ഇത് പുറത്തേക്ക് ഇങ്ങനെ സില്ലിൻ്റെ അടിയിലേക്ക്. സാധാരണ ഇപ്പം നമ്മൾ സില്ല് കൊടുക്കാറില്ല അല്ലേ? കൊടുക്കാറുണ്ടോ വീടുകൾക്ക്? നമ്മൾ പുറത്ത് മാത്രം കൊടുക്കില്ല, ഫ്രണ്ട് ഡോറിന് മാത്രമല്ലേ കൊടുക്കാറുള്ളൂ? ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ പറയാൻ വന്ന സാധാരണ 1 വേർഡ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ ഈ 70 mm എന്ന് പറയുന്ന നമ്മുടെ ഈ കട്ട്ലയുടെ, അതായത് ഡോറിൻ്റെ ഫ്രെയിമിന് കഴിഞ്ഞിട്ട് ഒരു 85 mm കിടക്കുന്നുണ്ടോ? അതായത് പാനലിനും പോസ്റ്റിനും ഇടയിൽ ഉള്ളൊരു സ്പേസ്, അതിങ്ങനെ വെർട്ടിക്കലായിട്ട് നേരെ ഇങ്ങനെ താഴേക്ക് കിടക്കുന്നുണ്ട്. കണ്ടോ? അതിൻ്റെ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സ്റ്റൈൽ എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. ലെഫ്റ്റ് സ്റ്റൈൽ കണ്ടോ? അങ്ങനെ വെർട്ടിക്കലായിട്ട് കിടക്കുന്ന ഡോറിൻ്റെ ഷട്ടറിലെ വെർട്ടിക്കലായിട്ട് കിടക്കുന്ന ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് സ്റ്റൈൽ. മനസ്സിലായോ? അപ്പൊ ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, തെറ്റ് പറ്റാറുള്ളത് എന്താന്ന് വെച്ചാൽ, വെർട്ടിക്കൽ പാർട്ട് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പോസ്റ്റ് എന്ന് അങ്ങോട്ട് എഴുതി വയ്ക്കും. മനസ്സിലായോ? തെറ്റ് പറ്റാറുള്ളത് അവിടെയാണ്. വെർട്ടിക്കൽ പാർട്ട് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പോസ്റ്റ് എഴുതി വെക്കും. പോസ്റ്റ് അത് ഫ്രെയിമിലാണ് പോസ്റ്റ്. ഡോർ ഫ്രെയിം ആണോ ഡോർ ഷട്ടർ ആണോ എന്നുള്ളത് നിങ്ങളത് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. ഡോർ ഫ്രെയിം ആണെങ്കിൽ പോസ്റ്റും ഡോർ ഷട്ടർ ആണെങ്കിൽ അത് സ്റ്റൈലുമാണ്. ഇത് 2 സൈഡിലും ഉണ്ട്. അതാണ് അവർ ലെഫ്റ്റ് സ്റ്റൈലിന് എഴുതിയിരിക്കുന്നത്. ഇപ്പുറത്ത് റൈറ്റ് സ്റ്റൈലാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഈ പാനലിനും പോസ്റ്റിനും ഇടയിൽ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ആ സ്പേസിനെ നമ്മൾ പറയുന്ന പേരാണ്
സ്റ്റൈല്. സാധാരണ ഈ സ്റ്റൈലാണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുള്ളത്, ഈ സ്റ്റൈലും പോസ്റ്റും. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തെറ്റിച്ച് വയ്ക്കും. അപ്പോൾ ഫ്രെയിം ആണോ ഷട്ടറാണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതെന്നുള്ളത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഡോർ ഫ്രെയിമിലെ വെർട്ടിക്കൽ പാർട്ടാണോ ഷട്ടറിലെ വെർട്ടിക്കൽ പാർട്ടാണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്താൽ. കേൾക്കണ്ടേ? സ്റ്റൈല് മിക്കപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്നിട്ട് എല്ലാവരും എഴുതി വയ്ക്കും, പോസ്റ്റിന് ഉത്തരം എഴുതി ടിക്കിട്ട് എഴുതി വെച്ചിട്ട് പോരും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക, ഫ്രെയിം ആണോ ഷട്ടറാണോ എന്നുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ. ഇത്രയും മാത്രമേ ഉള്ളൂ. അതായത് ഹെഡ്, സില്ല്, അതുപോലെ തന്നെ ഹോണ്, പോസ്റ്റ്, പിന്നെ വരുന്നതാണ് ഈ സ്റ്റൈല്. റെയില് പിന്നെ നമ്മൾ ആ കൊടുക്കുന്ന ഭാഗം തന്നെയാണല്ലോ, ടോപ്പ് റെയില്, മിഡിൽ റെയില്, ലോക്ക് റെയില്, ബോട്ടം റെയിൽ എന്ന് പറയുന്നത്. ആ നിങ്ങൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, അത്രയേ ഉള്ളൂ. അതിൽ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് വരുന്നത് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സ്റ്റൈൽ എന്നുള്ള പേര് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? നമ്മൾ യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പം അതുകൊണ്ട് അത് എന്താ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു തന്നെ, നമ്മൾ അത് യൂസ് ചെയ്യാത്തത് കൊണ്ട് ആ വാക്കുകൾ നമുക്ക് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതാണ് ഞാൻ പിന്നെയും എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡോർ ഫ്രെയിമിലാണെങ്കിൽ അത് പോസ്റ്റാണ്. ഡോർ ഫ്രെയിം എന്ന് പറയുന്നത് നമ്മുടെ കട്ട്ള. ഇനി ഷട്ടർ ആണെങ്കിൽ, ഡോർ ഷട്ടർ ആണെങ്കിൽ അതിലെ വെർട്ടിക്കൽ പാർട്ട് എന്ന് പറയുന്നത് സ്റ്റൈലാണ്. അതിലെ ഹൊറിസോണ്ടൽ പാർട്ടുകളാണ് എന്ത്, ടോപ്പ് റെയില്, മിഡിൽ റെയില്, ലോക്ക് റെയില് എന്നൊക്കെ പറയുന്നത്. അത് ഹൊറിസോണ്ടൽ പാർട്സുകളാണ്. ഇത് വെർട്ടിക്കൽ പാർട്സ് ആണ്. ഫ്രെയിമിലുള്ളത് പോസ്റ്റ്, ഷട്ടറിലുള്ളത് സ്റ്റൈല്. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഒരു ഡോറ് വരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. അതാണ്. അപ്പൊ ഇതിന് വേറൊരു കാര്യമുണ്ട്. ഇത് നിങ്ങൾ ഹാൻഡ് ഇത് വരച്ചാൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് കാണുമ്പോൾ തോന്നുന്ന പോലെ ആവില്ല. ഇത് ഡയമെൻഷൻസ് എടുത്ത് കറക്റ്റായിട്ട് വരയ്ക്കുമ്പോൾ മിനി ഡ്രാഫ്റ്റൊക്കെ യൂസ് ചെയ്ത് വരച്ച് പഠിക്കണം എന്നാണ്. മിനി ഡ്രാഫ്റ്റ് കൊണ്ടുപോകണമെന്ന് നിർബന്ധമൊക്കെയാണ്. എക്സാം ഹാളിൽ ഡ്രോയിങ് എക്സാമിന് മിനി ഡ്രാഫ്റ്റ് വേണമെന്ന് നിർബന്ധമാണ്. പക്ഷെ പല കുട്ടികൾക്കും മിനി ഡ്രാഫ്റ്റ് യൂസ് ചെയ്യാൻ പോലും അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാറുണ്ട്, കൊണ്ടുപോയി നിങ്ങൾക്ക് സ്കെയിലാണ് വരയ്ക്കാൻ എളുപ്പമെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. പക്ഷേ ഈ മിനി ഡ്രാഫ്റ്റ് ബോർഡിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിപ്പോൾ നിങ്ങൾ കാശ് കൊടുത്ത് മേടിക്കൊന്നും വേണ്ട. ഷീറ്റൊക്കെ അവിടുന്ന് തരും. അതൊക്കെ എക്സാം ഹാളിൽ നിന്ന് തരും. അപ്പൊ ഇത് നിങ്ങള് സ്റ്റൈലും പാനലും തമ്മിൽ ജോയിന്റ് ചെയ്യണ ഒരു ഡീറ്റെയിൽ ഉണ്ട് ആ സെക്ഷനിലെ. അതൊന്നും എല്ലാവരും ഇത് കാണിച്ചു തരുമോ? അതായത് എത്ര പുറത്തേക്ക് പ്രൊജക്ഷൻ നിൽക്കുന്നുണ്ട് ഈ സ്റ്റൈൽ എന്ന് അറിയാൻ വേണ്ടി. മിനി ഡ്രാഫ്റ്റർ അവിടുന്ന് കിട്ടൂലേ? മിനി ഡ്രാഫ്റ്റർ സാധാരണ പോളികളിലൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാണ് നല്ലത്. എന്താ ചോദിച്ചേ? ഞാൻ കേട്ടില്ല. സെക്ഷനില് ലോക്ക് കാണിച്ചില്ല. അൽഡ്രോപ്പ് അതാ ലോക്കിന് അൽഡ്രോപ്പ് എന്ന് പറയുന്നത്. അൽഡ്രോപ്പ് എന്ന് പറയുന്ന ആ ലോക്കിന്റെ പേരാണ് കേട്ടോ. നമ്മളിങ്ങനെ കൊളുത്തുന്ന സാധാരണ നമ്മുടെ ഈ കൊളുത്തില്ലേ, ആ കൊളുത്തിന് പറയുന്ന പേരാണ് അൽഡ്രോപ്പ് എന്ന്. അല്ലാണ്ട് ഇത് ഡോറിന്റെ പാർട്സ്, ഡോറിന്റെ ഫ്രെയിമിലോ ഷട്ടറിലോ വരുന്നതല്ല. അതിൽ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് കൊടുക്കുന്ന സംഭവമാണ് ഓൾഡ്രോപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ അത് ഫ്രെയിമിൽ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് വരുന്നതാണ്. അത് നമ്മൾ അതും കൂടി വരച്ചിട്ടാണല്ലോ കാണിക്കണേ. അപ്പൊ അത് കാണിക്കുന്നതാണ്. അത് ഫിറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻ ആണല്ലോ കാണിക്കുക.
ആ അതിന്റെ താഴെ റെയിലും പാനലും രണ്ട് കനായിരിക്കുമല്ലോ. റെയിലും അതെ പാനലും അതെ. അതിന്റെ ജോയിന്റ് ഇത് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കും. ഈ പാനൽ പാനലാണത്. അല്ല പാനലല്ല, റെയിലല്ല പുറത്തേക്ക്. അല്ലല്ല, പാനലാണ് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു ഇംഗ്ലണ്ട് ലൈൻ വരുന്നത്. ഡിസൈനിൽ ചെറുതായിട്ട് ഇതാക്കിയിട്ടുള്ളൂ. റെയിലല്ല മിസ് പുറത്തേക്ക്. റെയിലല്ല, പാനല പ്രൊജക്ട് ചെയ്ത് നിൽക്കണം. പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് പാനലാണ്. ഇതില് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് പാനലാണ്. അത് ഈ സെന്റർ ഭാഗം മാത്രല്ലേ, സൈഡ് അതായത് പാനലിന്റെ സെന്റർ. അതെ, അതിന്റെ റെയിലും പാനലും പാടെ ജോയിന്റ് ചെയ്യുമ്പോ റെയിലായിരിക്കും പുറത്തുണ്ടാവുക. റെയിലും പാനലും കൂടി ജോയിൻ ചെയ്യുമ്പോ റെയിലായിരിക്കും തിക്നെസ് കൂടുതൽ ഇതില് സെക്ഷനില്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ കാണാൻ പലകക്കാനായിരിക്കും വീതി കൂടുതൽ കാണിക്കും. അതന്നെ, ഈ ചട്ടത്തിനായിരിക്കും കനം കൂടുതൽ ഉണ്ടാവുക, പലകക്ക് വീതി കുറവായിരിക്കും. കനം കുറവായിരിക്കും. ഇതിന്റെ ആ പ്ലാനോ അല്ലെങ്കിൽ സെക്ഷനോ ഒന്ന് എൻലാർജ് ചെയ്തിട്ടാ മതി. ഓക്കെ, ഞാനിത് ഒന്ന് വലുതാക്കിട്ട് ഇടാം. അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, എന്നാലും ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഡോറിന്റെ കിട്ടിയില്ലേ? 50 സെന്റിമീറ്റർ തിക്നെസ് പറയുന്നുണ്ട്. 50 സെന്റിമീറ്റർ തിക്നെസ് അല്ലേ? 50 മില്ലിമീറ്റർ അല്ലേ? 50 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സെന്റിമീറ്ററാ. അതന്നെ 50 സെന്റിമീറ്റർ അല്ല കേട്ടോ, 50 മില്ലിമീറ്റർ ആണ്. 35 mm തിക്നെസ്സും പറയുന്നുണ്ട്. സ്റ്റൈലിലല്ലേ? ലെഫ്റ്റ് സൈഡ് സ്റ്റൈലിന് 35 മില്ലിമീറ്റർ. അപ്പൊ ഏത് സ്കെയിലാണ് ഇത് ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കാം? ഇത് നിങ്ങള് ഇപ്പൊ നമ്മൾ ഇതില് കൊടുത്തിട്ടുള്ളത് ഇത് മില്ലിമീറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സെന്റിമീറ്ററിലാണ് വരയ്ക്കുക. മിക്കതും 1:10 1:100 അല്ലെങ്കിൽ 1:10 എന്നുള്ള റേഷ്യോയിലാണ് സാധാരണ നമ്മൾ വരയ്ക്കാറ്. ഒന്നുകിൽ 1:100 അല്ലെങ്കിൽ 1:10 ആ ഒരു റേഷ്യോയിലാണ് നമ്മൾ സാധാരണ വരയ്ക്കാറ് പതിവുള്ളത്. അതായത് ഇപ്പോൾ 100 സെന്റിമീറ്റർ 1 മീറ്ററിനെയാണ് നമ്മൾ മെഷർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ 10 സെന്റിമീറ്റർ വരയ്ക്കണ വെച്ചെങ്കിൽ അപ്പം എത്രയായിരിക്കും അതിൻ്റെ സ്കെയില്? 1:10 അത്രേ ഉള്ളൂ. അപ്പം മിക്കതും നമ്മൾ 1:10 എടുത്തിട്ടാണ് നമ്മൾ സാധാരണ വരയ്ക്കാറ്. അത് തന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇതില് ഡ്രോയിങ് ഷീറ്റിൽ ഒരു സൈഡിലല്ലേ ഉണ്ടാവും? ഒരു ഡോർ മാത്രം വരയാനാണെങ്കിൽ ഡ്രോയിങ് ഷീറ്റിൽ ഒരു സൈഡിലല്ലേ ഉണ്ടാവും? എത്ര വരും? 200 2 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? 20 സെന്റിമീറ്റർ വരില്ലേ? അപ്പൊ അത്യാവശ്യം വലുപ്പമായില്ലേ? A1 A2 അത് എങ്ങനെയാ അവര് തരണത്? അവര് നിങ്ങൾക്ക് എങ്ങനെയാ തരണതെന്ന് നമുക്കറിയില്ല. കട്ട് ചെയ്തിട്ടാണോ തരണേ, ഫുൾ ഷീറ്റ് തരുമോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഓരോരുത്തര് ഓരോ രീതിയിലാണ് ചെയ്യാറ്. ചിലർ കട്ട് ചെയ്തിട്ട് കൊടുക്കും, ചിലർ ഫുള്ള് കൊടുക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് തന്നെ ആവുമ്പോഴേക്കും തരാമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഒറ്റ ഫിഗറോ 1 2 ഫിഗറോ നിങ്ങൾക്ക് വരയ്ക്കാനുണ്ടാവുള്ളൂ. കാരണം 1 മണിക്കൂർ സമയമല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇതില് ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് മനസ്സിലായില്ലേ? ഇത് പ്രാക്ടിക്കൽ ഡ്രോയിങ്ങിനും വരും. ഇപ്പൊ ഞാൻ തിയറിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത്. ഇതോടുകൂടി ഇതിന്റെ ഡ്രോയിങ്ങും അതുപോലെ തന്നെ പ്രാക്ടിക്കലും ഇതിന്റെ തിയറിയും ഡോറിന്റെ ഇവിടെ തീർന്നു. ഇതേ സെയിം ഇത് തന്നെയാണ് നമ്മുടെ എന്തിന് വരുന്നത്, വിൻഡോക്ക് വരുന്നത്. അതിന്റെ ഫ്രെയിമില് പാർട്സുകളൊക്കെ സെയിം തന്നെയാണ്. പാർട്സ് ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്.
വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ആ പക്ഷെ സൈസിൽ വ്യത്യാസം ഉണ്ടാവും മാത്രം. 1.40. ആ പാറ്റേൺ അതൊക്കെ തന്നെയാണ്, പാറ്റേണിൽ വ്യത്യാസമൊന്നുമില്ല. ഫ്രെയിമും കാര്യങ്ങളൊക്കെ. ഇത് ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് കൊടുക്കാം, പാനലാണെങ്കിൽ പാനൽ കൊടുക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സ്. ഞാൻ ഈ ഡോറ് മാത്രം നിങ്ങൾക്ക് പഠിച്ചാലും നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് വിൻഡോ വരയ്ക്കാൻ പറ്റും. അത് നമ്മുടെ ഒരു മനോധർമ്മം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് കുട്ടികൾക്കൊന്നും പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഡോർ ഫ്രെയിം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ? പക്ഷെ കുട്ടികളെ നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. അതൊരു നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഡോറ് ഫ്രെയിമും നമ്മളിപ്പോൾ പഠിച്ചേ. റൂഫ് ഉണ്ടായിരുന്നു, പക്ഷെ റൂഫ് ഞാൻ PDF ആക്കിയിട്ടില്ല. റൂഫ് PDF ആക്കിയിട്ടില്ല. റൂഫും സ്റ്റെയറും PDF ആക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുത്തു തരാം കേട്ടോ. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഫോട്ടോ, പക്ഷെ PDF ആക്കാൻ മറന്നുപോയി. ചെയിൻ സർവേയുടെയും കോമ്പസ് സർവേയുടെയും നോട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. PDF ആക്കിയിട്ട് പഠിക്കാനുള്ളത് മാത്രം ചെയ്തിട്ടുള്ളൂ. ഇന്നലെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തത് ആരൊക്കെയുണ്ട്? ചെയ്യാൻ ശ്രമിച്ചവർ ആരൊക്കെയുണ്ട്? ആകെ എനിക്ക് ചെയ്തിട്ട് തന്നത് വാസിൽ മാത്രമാണ്. കോമ്പസ് ആരെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കിയോ? പ്ലെയിൻ ടേബിള്, ഞാൻ ഇന്നലെ പറഞ്ഞ മൊഡ്യൂളിലെ 1 2 ചാപ്റ്ററുകൾ നോക്കിയായിരുന്നോ? മാഡം ഈ ഗ്രൂപ്പിൽ തന്നെയാണ് ഇട്ടുള്ളത്, ഈ ഈവനിംഗ് ബാച്ച് എന്നുള്ളതില്? അതെ. ഇതില്ലാതെ വേറെ ഗ്രൂപ്പ് ഉണ്ടോ ഇനി? ഇല്ല. ഏതാ ചോദിച്ചേ? അതിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടത് ഈ ഗ്രൂപ്പിൽ തന്നെ. നമ്മള് പുതിയതുണ്ടാക്കിയ ഗ്രൂപ്പില്. ഇല്ലില്ല, പുതിയതുണ്ടാക്കിയില്ലേ? ഇന്നലെ ആരാള്? പേര് പറഞ്ഞേ. ബാബു സാറിനെ ചേർത്തില്ലാന്നോ? ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. ഈ ഗ്രൂപ്പിലാണോ? ഒത്തിരി ഗ്രൂപ്പ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ നോക്കട്ടെ ഏട്ടാ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ആഡ് ചെയ്തായിരുന്നു. നൗഷാദ് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട്. ഞാൻ അപ്പൊ തന്നെ നൗഷാദിനെ ആഡ് ചെയ്ത് കൊടുത്തു. ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഞാൻ ഇട്ടത് എന്തിനാ വെച്ചാലേ, ആ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ള ആ ചാപ്റ്ററുകളിൽ നിന്നാണ് കൂടുതലും നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ. അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നോക്കിയേ, ഇതിലൊരു 7ാമത്തെ ക്വസ്റ്റ്യൻ കാണണ്ട. ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണേ. ഡിഫൈൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല?